ഹരേ കൃഷ്ണ. ഞങ്ങളുടെ ദിവ്യഭാഗവത യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതം എങ്ങനെയാണ് വാസ്തവത്തിൽ നമ്മളുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾക്ക് പരിഹാരമാവുന്നത്? അത് എല്ലാ വിധത്തിലുള്ള ദുഃഖങ്ങൾക്കും ദിവ്യമായ ഔഷധമാണ് ഭാഗവതം എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഭാഗവതം നമ്മൾക്ക് ഔഷധമായി മാറണമെങ്കിൽ അത് ഒരു റിയൽ സോഴ്സിൽ നിന്ന്, യഥാർത്ഥ ഉറവിടത്തിൽ നിന്നും കേൾക്കേണ്ടതായിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന്റെ പരമഭക്തനായിട്ടുള്ള, ഭഗവാനെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഒരു ഭാഗവതനിൽ നിന്ന്, ശുദ്ധഭക്തനിൽ നിന്ന് ഭാഗവതം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ശ്രീല പ്രഭുപാദരുടെ ഈ ഒരു ശ്രീമദ് ഭാഗവത വ്യാഖ്യാനങ്ങളിൽ കൂടെ നമ്മൾക്ക് ശുദ്ധ ഭക്തന്മാരായിട്ടുള്ള വൈഷ്ണവന്മാരായിട്ടുള്ള ഒരു ബന്ധമാണ് വരുന്നത്. അതുകൊണ്ട് ഈ വ്യാഖ്യാനങ്ങൾ നമ്മൾ പഠിക്കുക, അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുക ചെയ്യണതോടുകൂടെ നമ്മൾ ആത്മീയമായിട്ട് നമ്മൾ അറിയാതെ തന്നെ പുരോഗമിക്കുന്നു. തുഷ്ടിപുഷ്ടി ക്ഷുതപായോനുഘാസം എന്ന് പറയും. നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കും, അതിൻ്റെ സ്വാദിലേക്ക്. അങ്ങനെ ആ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ നമ്മളറിയാതെ തന്നെ ആഹാരം കഴിക്കുന്ന സമയത്ത് മറ്റൊന്നും ശ്രദ്ധിക്കാറില്ല, ആഹാരം സ്വാദോടുകൂടി കഴിക്കുന്നയാൾ. ആ സമയത്ത് അവരറിയാതെ തന്നെ അവർക്ക് സന്തോഷം ഉണ്ടാവണു, പിന്നെ ദാഹം ഇല്ലാതെ ആവണു, വിശപ്പില്ലാതെ ആവണു, ആരോഗ്യം ഉണ്ടാവണു. ഇതേപോലെ ശ്രീമദ് ഭാഗവതം അതിൻ്റെ സ്വാദു പദേ പദേ, അതിൻ്റെ സ്വാദോട് കൂടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ആ ഒരു ശ്രദ്ധയോടും വിശ്വാസത്തോടും കൂടിയിട്ട് നമ്മൾ അതിൻ്റെ സ്വാദ് അറിഞ്ഞുകൊണ്ട് നമ്മൾ കേൾക്കുന്നു, പഠിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മളറിയാതെ തന്നെ ജ്ഞാനം, ഭഗവാനെക്കുറിച്ചിട്ടുള്ള അറിവ്, ഭൗതികമായ കാര്യങ്ങളിൽ നിന്നും വിരക്തി ഉണ്ടായിത്തീരുന്നു, അതിൽ നിന്ന് അകൽച്ച ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടായിത്തീരുന്നു. പിന്നെ ആത്യന്തികമായ ലക്ഷ്യം ഭക്തി ഉണ്ടാവുക എന്നുള്ളതാണ്. ആ ഭക്തിയും നമ്മൾക്കുണ്ടാവണം. ഇതാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ ശ്രവണത്തിൻ്റെ ഒരു പ്രത്യേകത. ഇതാണ് പ്രത്യേകിച്ച് ഇതിലുള്ള ഓരോ ശ്ലോകങ്ങളും അത്യത്ഭുതമായ കാന്തിക ശക്തിയുള്ളതാണ്. അത് നമ്മളുടെ അന്തരീക്ഷത്തിനെ ശുദ്ധീകരിക്കുന്നു, നമ്മളുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നു എന്നാണ്. ഹരേ കൃഷ്ണ. ഇപ്പോൾ നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത് ദ്വാരകാപുരിയിലെ ഭഗവാനെ, ദ്വാരകാപുരിയിലെ അതിൻ്റെ മനോഹരമായ അവസ്ഥയെ, അതിൻ്റെ ഐശ്വര്യങ്ങളെ വർണ്ണിക്കുന്ന ഭാഗമാണ്. 11ാമത്തെ ശ്ലോകമാണ് നമ്മളിപ്പോൾ വായിക്കാനായിട്ട് പോകുന്നത്. ഹരേ കൃഷ്ണ. ഓം ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നമ്മൾ പ്രഥമസ്കന്ധം 11ാമത്തെ അധ്യായത്തിൽ
11-ാമത്തെ ശ്ലോകം മുതൽക്ക് ആരംഭിക്കുന്നു. 1, 11, 11. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മധുഭോജദശാർഹാർക്കുകുരാന്ധകവൃഷ്ണിഭി ആത്മതുല്യബലൈർഗുപ്താം നാഗൈർഭോഗവതീമിവാൻ. മധുബോധദശാർഹാർഹ സാത്വത അന്ധകവൃഷ്ണിഭി ആത്മതുല്യബലൈർഗുപ്താം നാഗൈർഭോഗവതീമിവാം. അതായത് ഭോഗവതി എന്ന് പറഞ്ഞാൽ നാഗലോകത്തിൻ്റെ ക്യാപിറ്റൽ, തലസ്ഥാനമാണ് ഭോഗവതി എന്ന പുരി എന്നാണ്. അപ്പോൾ എങ്ങനെയാണോ നാഗങ്ങൾ ഈ ഭോഗവതി എന്ന പുരിയെ രക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്, അതേപോലെ ആണ് മധുഭോജ ദശാർഹ ആർഹ കുകുര അന്ധക വൃഷ്ണി ഇവരൊക്കെ യാദവ വംശത്തിലെ വിഭാഗങ്ങളാണ് എന്നാണ് പറയണത്. അപ്പോൾ അവർ ആണ് ഈ ദ്വാരകാപുരിയെ ഭഗവാൻ സാന്നിധ്യ ദ്വാരകാപുരിയെ വേണ്ട വിധത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇവരെല്ലാവരും ഭഗവാനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. അങ്ങനെയുള്ള ആ ഭഗവാൻ അങ്ങനെയുള്ള ആ ദ്വാരകാപുരിയിലേക്ക് ഭഗവാൻ കടന്നു വരുന്നു. ദ്വാരകയിൽ എന്തെന്നില്ലാത്ത സുരക്ഷിതമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ചിട്ടാണ് ഈ ശ്ലോകത്തിൽ കാണാൻ സാധിക്കുന്നത്. അടുത്ത ശ്ലോകം ഇതിൻ്റെ പദം മുറിക്കുന്നത് മധു ഭോജ ദശാർഹ അർഹ കുകുര അന്ധക വൃഷ്ണിഭി ആത്മതുല്യ ബലൈഹി. ഭഗവാനെപ്പോലെ തന്നെ ഭഗവാന്റെ ദ്വാരകയിലുള്ള ഓരോരുത്തർക്കും ഭഗവാന്റെ ആ ശക്തികൾ പകർന്നു കൊടുത്തിട്ടുണ്ട്. അതാണ് ഗുപ്താം നാഗൈഹി ഭോഗവതീം ഇവ. 12-ാമത്തെ ശ്ലോകം സർവവിഭവ പുണ്യവൃക്ഷലതാശ്രമൈഃ ഉദ്യാനോപവനാരാമൈർവൃതപത്മാകരശ്രിയം. സർവവിഭവ പുണ്യവൃക്ഷലതാശ്രമൈഃ ഉദ്യാനോപവനാരാമൈർവൃതപത്മാകരശ്രിയം. സർവവിഭവ പുണ്യവൃക്ഷലതാ ആശ്രമൈഃ ഉദ്യാന ഉപവന ആരാമൈഃ പത്മാകരശ്രിയം. അതായത് ദ്വാരകാപുരി എന്നുള്ളത് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നിറഞ്ഞതായിരുന്നു. ഓരോ ഋതുക്കളിലും ഋതുക്കളിലും അതിൻ്റേതായിട്ടുള്ള പ്രത്യേക ഐശ്വര്യങ്ങളായിരുന്നു ഈ ദ്വാരകാപുരിയിൽ ഉണ്ടായിരുന്നത് എന്നാണ്. ഓരോ ഋതുക്കളിലും അതിൻ്റേതായിട്ടുള്ള ഫലപുഷ്പങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ധാരാളമായി നിറഞ്ഞു നിന്ന് ഐശ്വര്യപൂർണമായിട്ടുള്ള അവസ്ഥയായിരുന്നു ദ്വാരകാപുരിക്ക് എന്ന് സൂചിപ്പിക്കുന്നു. അവിടെയാണെങ്കിൽ ധാരാളം ആശ്രമങ്ങളുണ്ടായിരുന്നു. അതേപോലെ ധാരാളം ഉദ്യാനങ്ങളുണ്ടായിരുന്നു. ഉദ്യാനങ്ങൾ, ഉപവനങ്ങൾ എന്ന് പറഞ്ഞാൽ ആ കൊട്ടാരത്തിനടുത്തുള്ളതാണ് ചെറിയ ചെറിയ വനങ്ങൾ, അതിനാണ് അത് ക്രീഡയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെയുള്ള ആ ഉപവനങ്ങളുണ്ടായിരുന്നു. പുഷ്പങ്ങളുള്ള ധാരാളം പൂന്തോട്ടങ്ങളുണ്ടായിരുന്നു. പിന്നെ കാടുകളുണ്ടായിരുന്നു. വെറുതെ പത്മാകരശ്രിയം, അതായത് ഓരോ ആ ഉപവനത്തിലും അതേപോലെ ആ ആരാമങ്ങളിലും അതിൽ മുഴുവൻ വിശേഷപ്പെട്ട തടാകങ്ങളുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ദ്വാരക അത്രയും വിശേഷപ്പെട്ട അവസ്ഥയായിരുന്നു ദ്വാരകയ്ക്ക്. അവിടെ പ്രത്യേകിച്ച് ഒരു ആളുകൾ തിങ്ങിപ്പാർക്കുന്ന
നഗരങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം എവിടെയും ഉണ്ടായിരുന്നില്ല. ഓരോ ഗൃഹങ്ങളിലും ഉദ്യാനങ്ങൾ, ഉപവനങ്ങൾ, ആരാമങ്ങൾ, പിന്നെ ധാരാളം തടാകങ്ങൾ, നീന്തൽ കുളങ്ങൾ, അതിനുള്ള സൗകര്യങ്ങൾ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ഓരോ ഗൃഹങ്ങളിലും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവിടെ പ്രത്യേകിച്ചും അവിടെ എന്തുണ്ടായിരുന്നില്ല? അതായത് ഫാക്ടറികൾ ഉണ്ടായിരുന്നില്ല, പിന്നെ സ്ലോട്ടർ ഹൗസസ്, അതായത് അറവുശാലകൾ ഉണ്ടായിരുന്നില്ല, മാംസഭക്ഷണം ഉണ്ടായിരുന്നില്ല, മദ്യവ്യാപാരങ്ങൾ ഉണ്ടായിരുന്നില്ല, ചൂതുകളി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ദോഷങ്ങളൊന്നും ദ്വാരകാപുരിയിൽ എവിടെയും കാണാൻ സാധിച്ചിരുന്നില്ല എന്ന് സൂചിപ്പിക്കുന്നു. ഇവിടെ കാണാൻ സാധിക്കുന്നു, ഇവിടെ വളരെ അതായത് നല്ല പുണ്യവൃക്ഷങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇമ്പയസ് ട്രീസ്, അങ്ങനെ അല്ലാത്ത വൃക്ഷങ്ങളും കാണാൻ സാധിക്കും. പുണ്യവൃക്ഷങ്ങളിൽ എന്താ സാധാരണ ഉണ്ടാവുക? അതാത് ആ ഋതുക്കളിൽ, കാലങ്ങളിൽ ഉള്ള പുഷ്പങ്ങളും ഫലങ്ങളുമാണ് ഉണ്ടാവുക. മറ്റേതാണെങ്കിലോ ഇമ്പയസ് ട്രീസ് എന്ന് പറയുന്നത് ആ പുണ്യവൃക്ഷങ്ങളിൽ എന്താ ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാടുകളിൽ മാത്രമാണ് ഉണ്ടാവുക. അത് നമ്മൾക്ക് വിറകനായിട്ടൊക്കെ ഉപയോഗിക്കുന്നു. അതാണ് രണ്ട് വൃക്ഷങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്നാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഊർജം എന്നുള്ളത് നല്ല കാര്യങ്ങൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കേണ്ടതാണ് എന്ന് ശ്രീല പ്രഭുപാദർ വ്യാഖ്യാനത്തിൽ പറയുന്നു. അവനവന് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ പുരോഗമിക്കാൻ വേണ്ട കാര്യങ്ങൾക്ക് നമ്മളുടെ ഊർജം, നമ്മളുടെ ശക്തികൾ നമ്മൾക്ക് തന്നിട്ടുള്ള ഈ ഊർജം, ഈ ശക്തികൾ ഉപയോഗിക്കേണ്ടതാണ് എന്നുള്ളത് ഈ ശ്രീല പ്രഭുപാദർ വ്യാഖ്യാനത്തിൽ പറയുന്നു. അപ്പം നമ്മൾ സാത്വികമായ ആഹാരം കഴിക്കുന്ന സമയത്ത് ഇപ്പോൾ പാല്, വെണ്ണ മുതലായിട്ടുള്ള ആ ക്ഷീര അതിൽ നിന്ന് വരുന്ന ആ ആഹാരങ്ങൾ കഴിക്കുന്നതോടുകൂടി നമ്മളുടെ ശരീരത്തിലെ ആ കോശങ്ങൾക്ക് ഉണർവുണ്ടാവുന്നു, സാത്വികമായിട്ടുള്ള ഭാവത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ്. ദ്വാരകധാമം വളരെയധികം ആ മനുഷ്യ സംസ്കാരത്തിൻ്റെ ഒരു യഥാർത്ഥത്തിൽ നല്ല സംസ്കാരത്തിൻ്റെ പ്രതീകമാണ് ദ്വാരകാപുരി എന്നുള്ള ധാമം എന്നും ഇവിടെ സൂചിപ്പിക്കുന്നു. 13ാമത്തെ ശ്ലോകം. ഗോപുരദ്വാരമാർഗേഷു കൃതകൗതുകതോരണം ചിത്രധ്വജപതാകാഗ്രൈരന്തപ്രതിഹതാതപാം. ഗോപുരദ്വാരമാർഗേഷു കൃതകൗതുകതോരണം ചിത്രധ്വജപതാകാ അഗ്രൈഃ അന്തഃ പ്രതിഹത ആതപാം. അതായത് ഗോപുരദ്വാരങ്ങളിൽ ഓരോ നഗര കവാടങ്ങളിലും എന്നാണ്. ഗോപുരമാർഗേഷു അവിടെ കൃതകൗതുക തോരണം, വളരെ ഭംഗിയായിട്ട് തോരണങ്ങളെ കൊണ്ട്, വിശേഷപ്പെട്ട തോരണങ്ങളെ കൊണ്ടൊക്കെ, തോരണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശേഷിച്ച് ഇതിൻ്റെ ഈ കൊലവാഴ, അതേമാതിരി ഈ കൊലത്തേങ്ങ എന്നൊക്കെ പറയുമല്ലോ, അത്, പിന്നെ ഈ മാവിൻ്റെ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ കാണാൻ സാധിക്കും, മാവിൻ്റെ പ്രത്യേക തരത്തിലുള്ള ചില ആ വൃക്ഷങ്ങളുടെ ഇലകൾ അതൊക്കെ ഭംഗിയായിട്ട് അലങ്കരിക്കാനായിട്ട് ഇതിനായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. വളരെ മനോഹരമായിട്ട് അതുകൊണ്ട് അവർ ആ ഗൃഹങ്ങൾ വിശേഷപ്പെട്ട സമയങ്ങളിലൊക്കെ അലങ്കരിക്കാറുണ്ട്, ഡെക്കറേറ്റ് ചെയ്യാറുണ്ട് എന്നാണ്. അപ്പോൾ അവിടെയൊക്കെ ഓരോ ആ ഗോപുരത്തിലും കവാടങ്ങളിലും അവിടെ മുഴുവൻ വിശേഷപ്പെട്ട തോരണങ്ങളെ കൊണ്ടൊക്കെ അലങ്കരിച്ചിരുന്നു. ചിത്രധ്വജ പതാകാഗ്രൈഃ, വിശേഷപ്പെട്ട കൊടികൾ, പതാകകൾ, അതുകൊണ്ട് തന്നെ അന്തപ്രതിഹതാതപാം, കൊടിതോരണങ്ങളൊക്കെ നിറഞ്ഞ് വളരെയധികം ഗംഭീരമായിട്ടുള്ള അലങ്കാരങ്ങളായതുകൊണ്ട് സൂര്യരശ്മി താഴേക്ക് പതിക്കാത്ത വിധത്തിൽ, സൂര്യൻ്റെ ചൂട് താഴേക്ക് പതിക്കാത്ത വിധത്തിൽ അത്രയും വിശേഷപ്പെട്ട അലങ്കാരങ്ങളിലായിരുന്നു ഈ ദ്വാരകാപുരിയിൽ ഉണ്ടായിരുന്നത് ഭഗവാനെ സ്വീകരിക്കാനായിട്ട് എന്ന് സൂചിപ്പിക്കുന്നു ഇവിടെ.
ഈ ഒരു നമ്മൾ ഈ വിശേഷപ്പെട്ട സന്ദർഭങ്ങൾക്ക് അലങ്കരിക്കാൻ ഉപയോഗിക്കുന്നത് എന്താ സാധാരണ ഉപയോഗിക്കുക? പ്രകൃതി നമ്മൾക്ക് തന്നിട്ടുള്ള വിശേഷപ്പെട്ട സ്വാഭാവിക പ്രകൃതിയിലുള്ള ആ സാധാരണയുള്ള ആ വസ്തുക്കളെ കൊണ്ട് അതെല്ലാം ഒരു സമ്മാനമായി പ്രകൃതി നമുക്ക് തന്നിട്ടുള്ളതാണ്. തെങ്ങ്, അതേപോലെ തെങ്ങ് അതേപോലെ കവുങ്ങ് മുതലായിട്ടുള്ളത്, അതേപോലെ തന്നെ വിശേഷപ്പെട്ട അനേകം വൃക്ഷങ്ങൾ, അതെല്ലാം പ്രകൃതി തന്നിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് അലങ്കാരങ്ങൾ ചെയ്യാം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 14ാമത്തെ ശ്ലോകം. സമ്മാർജിത മഹാമാർഗരഥ്യാപണകചത്വരാം സിക്താം ഗന്ധജലയരൂപ്താം ഫലപുഷ്പാക്ഷതാങ്കുരൈഃ. സമ്മാർജിത മഹാമാർഗരഥ്യ ആപണക ചത്വരാം സിക്താം ഗന്ധജലൈഃ ഉപ്താം ഫലപുഷ്പ അക്ഷത അങ്കുരൈഃ. അതായത് വലിയ വലിയ രാജവീഥികൾ, അതേപോലെ അതിൻ്റെ ഇടയിലുള്ള സബ്വേ, ചെറിയ ചെറിയ വീഥികൾ, പിന്നെ നാലും കൂടിയിട്ടുള്ള സ്ഥലങ്ങൾ, പിന്നെ പിന്നെ മാർക്കറ്റുകൾ, അതായത് അങ്ങാടികൾ, പിന്നെ അങ്ങനെ എല്ലാവരും ഒന്നിച്ച് ചേരുന്ന സഭാതലങ്ങൾ, പബ്ലിക്കായിട്ടുള്ള യോഗങ്ങൾ നടക്കുന്ന ആ സ്ഥലങ്ങൾ, അത് മുഴുവൻ വളരെ ഭംഗിയായിട്ട് അടിച്ചു കഴുകി വൃത്തിയാക്കിയിട്ട് സുഗന്ധപൂർവമായിട്ടുള്ള ആ ജലം തളിച്ചിരുന്നു അവിടെ എന്നാണ്. ഭഗവാനെ അലങ്കരിക്കാനായിട്ട്, ഭഗവാനെ സ്വീകരിക്കാനായിട്ട് പിന്നെ പഴങ്ങൾ, അതേപോലെ ഫലങ്ങൾ, പുഷ്പങ്ങൾ, പിന്നെ അനേകം തരത്തിലുള്ള അക്ഷതെന്ന് പറഞ്ഞാൽ നെല്ല്, അരി, ഇത് മഞ്ഞളൊക്കെ ചേർത്തിട്ട് അത് ഒന്നുകൂടി മംഗളമാക്കി തീർക്കുന്നതാണ്. അത് എല്ലാ ഭാഗത്തും വെതറിയിരുന്നു. എന്തിന്? ഭഗവാനെ സ്വീകരിക്കാനായിട്ട് എന്നാണ്. പിന്നെ 15ാമത്തെ ശ്ലോകം. ദ്വാരേ ദ്വാരേ ഗൃഹാണാം ദാദ്യക്ഷതഫലേക്ഷുഭി അലങ്കൃതാം പൂർണ്ണകുംഭൈർബലിഭിർധൂപദീപകൈഃ. ദ്വാരി ദ്വാരി ഗൃഹാണാം ച ദധി അക്ഷത ഫല ഇക്ഷുഭി അലങ്കൃതാം പൂർണ്ണകുംഭൈഃ ബലിഭിഃ ധൂപദീപകൈഃ. ദ്വാരി ദ്വാരി ഓരോ ഗൃഹത്തിൻ്റെയും കവാടങ്ങളിൽ എന്നർത്ഥം. അവിടെ തൈര്, അതേപോലെ അക്ഷതം, പിന്നെ വിശേഷപ്പെട്ട ഫലങ്ങൾ, പഴങ്ങൾ, അതേപോലെ കരിമ്പ് മുതലായത് അതുകൊണ്ട് അലങ്കരിക്കപ്പെട്ടിരുന്നു. പിന്നെ പൂർണ്ണ കുംഭങ്ങളുണ്ടായിരുന്നു. പൂർണ്ണകുംഭങ്ങൾ ബലിഭി ധൂപദീപകൈഃ, ധൂപങ്ങൾ, പിന്നെ വിശേഷപ്പെട്ട ദീപങ്ങൾ, അത് പിന്നെ പൂർണ്ണ കുംഭങ്ങൾ, ഇതെല്ലാം ഓരോ ഗൃഹത്തിലും പൂർണ്ണകുംഭങ്ങൾ. ഗുരുവായൂരപ്പൻ്റെയൊക്കെ ആറാട്ട് എഴുന്നള്ളുന്ന സമയത്ത് എങ്ങനെയാണോ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ നാല് ഭാഗം, അതായത് ആ ഭഗവാന്റെ ഗോപുരങ്ങൾ, അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ വീഥികളും അലങ്കരിക്കാറുണ്ട്, ഓരോ ഗൃഹങ്ങളും അലങ്കരിക്കാറുണ്ട്. അപ്പോൾ ഇത് ദ്വാരകയിലെ ആ അത്ഭുതകരമായിട്ടുള്ള അവസ്ഥയെ നമ്മൾക്ക് ഓർമ്മിക്കാനുള്ള സമയം, ഓർമ്മിക്കാനുള്ള സന്ദർഭം ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിൻ്റെ സമയത്ത് ഓരോ സ്ഥലത്ത്, അഥവാ വൃന്ദാവനത്തിലൊക്കെ ഭഗവാന്റെ പല ഉത്സവങ്ങളും നടക്കുന്ന സമയത്തും ഓരോ ഗൃഹങ്ങളും അലങ്കരിക്കാറുണ്ട്. അതേപോലെ ദ്വാരകയിൽ ഭംഗിയായിട്ട് അലങ്കരിച്ചിരുന്നു എന്നാണ്. വിശേഷപ്പെട്ട അലങ്കാരങ്ങളായിരുന്നു എന്നത് ഇവിടെ പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ ഈ വൈദിക മാർഗത്തിലുള്ള ആ സമ്പ്രദായം ഉണ്ടല്ലോ, അത് വെറുമൊരു ശുഷ്കമായിട്ടുള്ളതല്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ശുഷ്കമായ കാര്യങ്ങളല്ല, ഡ്രൈ ആയിട്ടുള്ള കാര്യങ്ങളല്ല, അതിനെല്ലാം അതിൻ്റേതായിട്ടുള്ള മനോഹാരിത എന്നാണ്. മനോഹരമായിട്ടുള്ള അവസ്ഥ എന്നാണ്. എങ്ങനെയാണ് അത് മനോഹരമായിട്ട് മാറ്റുക? ഇത് ചന്ദനത്തിരികൾ, സുഗന്ധമായിട്ടുള്ള അതിൻ്റെ ധൂപങ്ങൾ, പിന്നെ വിളക്കുകൾ, പിന്നെ ധാരാളം പുഷ്പങ്ങൾ, പിന്നെ ഇത് മധുര പലഹാരങ്ങൾ, പഴങ്ങൾ, പിന്നെ നമ്മൾക്ക് കഴിക്കാൻ സാധിക്കുന്ന വളരെ സ്വാദിഷ്ടമായിട്ടുള്ള പല ഭക്ഷ്യവസ്തുക്കൾ,
ഇതെല്ലാം അവനവൻ്റെ ആ ഇത് അനുസരിച്ച് കഴിവിനനുസരിച്ച് എല്ലാം അവിടെ അതെല്ലാം സാധിക്കുന്നതിനനുസരിച്ച് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആയിട്ടുള്ളതല്ല, വളരെ ആനന്ദകരമായിട്ട് വളരെ മംഗളകരമായിട്ടുള്ളതാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ പറയുന്നു, എന്തെങ്കിലും വിശേഷങ്ങൾ നടക്കുകയാണെങ്കിൽ പ്രസാദം വിതരണം ചെയ്യാതെ, മറ്റുള്ളവർക്ക് പ്രസാദങ്ങൾ കൊടുക്കാതെ, അതിന് വേണ്ട സംവിധാനങ്ങൾ ചെയ്യാതെ ആ ഒരു യജ്ഞം ഒരിക്കലും പൂർണ്ണമാവുന്നില്ല എന്നുള്ളതും ആചാര്യന്മാർ പറയുന്നു. 16-17 ശ്ലോകങ്ങൾ. നിശമ്യ പ്രേഷ്ഠമായാന്തം വസുദേവോ മഹാമനഃ അക്രൂരശ്ചോഗ്രസേനശ്ച രാമശ്ചാത്ഭുതവിക്രമ പ്രദ്യുമ്നശ്ചാരുദേഷ്ണശ്ച സാംബോ ജാംബവതി സുത സഹസ്രവേഗോച്ഛ്വസിത ശയനാസനഭോജനാഃ. നിശമ്യ പ്രേഷ്ഠം ആയാന്തം വസുദേവഃ മഹാമനഃ അക്രൂരഃ ച ഉഗ്രസേനഃ ച രാമഃ ച അത്ഭുതവിക്രമഃ പ്രദ്യുമ്നഃ ച ചാരുദേഷ്ണഃ ച സാംബഃ ജാംബവതി സുതഃ പ്രഹർഷ വേഗ ഉച്ഛ്വസിത ശയന ആസന ഭോജനാഃ. ഭഗവാൻ വരുന്നു എന്ന് കേട്ടപ്പോഴേക്ക് തന്നെ വസുദേവർ കേട്ടു. ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാൻ ഉണ്ണി വസുദേവരുടെ പുത്രൻ വരുന്നു എന്ന് കേട്ടപ്പോഴേക്ക് തന്നെ അക്രൂരൻ, ഉഗ്രസേനൻ, പിന്നെ ബലരാമൻ, പ്രദ്യുമ്നൻ, ചാരുദേഷ്ണൻ, സാംബൻ, ജാംബവതി പുത്രനായിട്ടുള്ള സാംബൻ, ഇവരെല്ലാവരും വളരെ പെട്ടെന്ന് അവരുടെ വിശ്രമം, അതേപോലെ അവർ ഇരിക്കുന്നത്, വിശ്രമിക്കുന്നത്, കിടക്കുന്നത്, ഇരിക്കുന്നത്, അതേപോലെ ആഹാരം കഴിക്കുന്നത് എല്ലാം നിർത്തിവെച്ചിട്ട് ഭഗവാനെ സ്വീകരിക്കാനായിട്ട് അവർ വളരെ പെട്ടെന്ന് തയ്യാറായി എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നീട് 18-ാമത്തെ ശ്ലോകം. വാരണേന്ദ്രം പുരസ്കൃത്യ ബ്രാഹ്മണേ സസുമംഗളേ ശംഖധൂര്യ നിനാദേന ബ്രഹ്മഘോഷേണ ചാദൃതാഃ പ്രത്യുജ്ജഗമോ രഥൈർഹൃഷ്ടഃ പ്രണയാഗത സാധ്വസാഃ. വാരണേന്ദ്രം പുരസ്കൃത്യ ബ്രാഹ്മണേ സസുമംഗളൈഃ ശംഖധൂര്യ നിനാദേന ബ്രഹ്മഘോഷേണ ചാദൃതാഃ പ്രത്യുജ്ജഗമോ രഥൈർഹൃഷ്ടഃ പ്രണയാഗത സാധ്വസാഃ. വാരണേന്ദ്രം പുരസ്കൃത്യ ബ്രാഹ്മണൈഃ സസുമംഗളൈഃ ശംഖധൂര്യ നിനാദേന ബ്രഹ്മഘോഷേണ ച ആദൃതാഃ പ്രത്യുജ്ജഗ്മോ പ്രഹൃഷ്ടേന രഥൈർഹൃഷ്ടാഃ പ്രണയാഗത സാധ്വസാഃ. അതായത് അവർ വളരെ പെട്ടെന്ന് തന്നെ അവർ തേരിൽ ഭഗവാനെ സ്വീകരിക്കാനായിട്ട്, അത് ബ്രാഹ്മണരോട് കൂടിയിട്ട്, പിന്നെ ആ പുഷ്പങ്ങളൊക്കെ കയ്യിലെടുത്തുകൊണ്ട് ബ്രാഹ്മണരോട് കൂടിയിട്ട് രഥങ്ങളിൽ അവരെ ഭഗവാനെ സ്വീകരിക്കാനായിട്ട് ഓരോരുത്തരും തയ്യാറായിട്ട് വന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ അവരുടെ മുന്നിലായിട്ട് ആനകൾ, അപ്പോൾ ഇവരെല്ലാവരും, അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, ചാരുദേഷ്ണൻ, വസുദേവർ, അങ്ങനെയുള്ള എല്ലാവരും ഒന്നിച്ച് വളരെ അവർ ചെയ്യുന്ന ജോലികളെല്ലാം വിട്ട് ഭഗവാനെ സ്വീകരിക്കാനായിട്ട് വളരെ പെട്ടെന്ന് അവർ സ്വീകരിക്കാനായിട്ട് വരുന്നു. അപ്പോൾ ആ വരുന്ന സമയത്ത് ആനകളെ എഴുന്നള്ളിച്ചുകൊണ്ട് ഭഗവാനെ സ്വീകരിക്കാൻ ഹോണർ ചെയ്യാനായിട്ടാണ് ആനകൾ. പിന്നെ ബ്രാഹ്മണർ, വളരെ വേദഘോഷം മുഴക്കുന്ന ബ്രാഹ്മണർ, ശംഖനാദങ്ങൾ, പിന്നെ പല വിധത്തിലുള്ള വിശേഷപ്പെട്ട വാദ്യഘോഷങ്ങൾ, അതോടുകൂടി അവർ ആ തേരിൽ കയറുന്നു. തേരിൽ കയറിയിട്ട് ഭഗവാനെ കാണാനായിട്ട് പ്രണയാഗത സാധ്വസാഹ, ഭഗവാനോട് എന്തെന്നില്ലാത്ത പ്രേമത്തോട് കൂട്ടിയിട്ട്
ഭഗവാനോട് എന്തെന്നില്ലാത്ത പ്രത്യേക പരിശുദ്ധമായിട്ടുള്ള ആ ഭാവത്തോട് കൂടിയിട്ട് അവർ ഭഗവാനെ സ്വീകരിക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഇതാണ് വൈദികമായിട്ടുള്ള ഒരു മഹാനായിട്ടുള്ള വ്യക്തി വരുന്ന സമയത്ത് എങ്ങനെ സ്വീകരണം കൊടുക്കണം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് നമ്മൾക്ക് ഇവിടെ വൈദികമായിട്ടുള്ള മാർഗത്തിൽ കൂടെ നമ്മൾ കാണാൻ സാധിക്കുന്നത്. അത് ഇന്നും ലോകം മുഴുവൻ അനുകരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു മഹത്തായ വ്യക്തി വരുന്ന സമയത്ത് എങ്ങനെയാണ് അവർക്ക് സ്വാഗതം ചെയ്യേണ്ടത്, അതേപോലെ മഹാനായ വ്യക്തിയെ എങ്ങനെയാണ് യാത്രയയക്കേണ്ടത്, ഒരു യാത്രയയപ്പ്, ഒരു സ്വീകരണം, രണ്ടും ശ്രീമദ് ഭാഗവതത്തിൽ കൂടെ നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നു എന്നാണ്. പ്രത്യേകിച്ചും അത് പ്രപഞ്ചകോടികളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഈശ്വരനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനാവുമ്പോൾ അതിൻ്റെ മഹാത്മ്യത്തിനെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു സ്വീകരണം എന്നുള്ളത് സ്വീകരണം സ്വീകരിക്കുന്നവർക്കും സ്വീകരണം കൊടുക്കുന്നവർക്കും ഒരേപോലെ ആനന്ദം പകരുന്നതാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വാരമുഖ്യാശതശോ യാനയസ്തബ്ദർശനോത്സുകാ രസൽ കുണ്ടല നിർഭാത കപോലവദന ശ്രിയാം. വാരമുഖ്യാശതശോ യാനയസ്തബ്ദർശനോത്സുകാ രസൽ കുണ്ടല നിർഭാത കപോലവദന ശ്രിയാം. വാരമുഖ്യാഹ എന്ന് പറഞ്ഞാൽ ദേവദാസികൾ എന്നാണ്. വേശ്യാസ്ത്രീകൾ എന്നവിടെ പറയണു, പക്ഷേ അത് ദേവദാസികൾ എന്ന് പറഞ്ഞാലേ അത് കുറച്ചും കൂടി ശരിയാവുള്ളൂ എന്നാണ്. അതും അനുവദിക്കപ്പെട്ടിരുന്നു എന്നാണ് അവിടെ. അവർ പബ്ലിക്കായിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ, പൊതുവായ സ്ഥലങ്ങളിൽ അവർക്ക് പോകാനുള്ള അർഹത ഉണ്ടായിരുന്നു. യാനൈഹി, അവരും വിശേഷപ്പെട്ട വാഹനങ്ങളിൽ ഭഗവാനെ കാണാനായിട്ട് വരുന്നു. എങ്ങനെയാണ് വരുന്നത്? ലസൽ കുണ്ടല നിർഭാത കപോലവദനശ്രിയ, അവർ മനോഹരമായിട്ട് അലങ്കരിച്ചുകൊണ്ട്, അവരവരുടെ ദേഹം അലങ്കരിച്ചുകൊണ്ട് ഭഗവാനെ കാണാനായിട്ട് ആനന്ദത്തോടുകൂടെ അവരും വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദേവദാസികൾ അല്ലെങ്കിൽ വേശ്യാസ്ത്രീകളാണെങ്കിൽ പോലും അവർ ഭഗവാനെ കാണാനാണ് വരുന്നത്. അപ്പോൾ ഭഗവാനോടുള്ള ഭക്തിയും പ്രേമവും ഒരു വേശ്യാസ്ത്രീക്ക് ഉണ്ടെങ്കിൽ ആ വേശ്യാസ്ത്രീയെ നമ്മൾ അങ്ങനെ കണക്കാക്കരുത്, വേശ്യയായിട്ട് അതിനെ കണക്കാക്കരുത്. കാരണം ഭഗവാനോടുള്ള പ്രേമഭാവമാണ്. ഭഗവാനോടുള്ള പ്രേമഭാവവും ഭഗവാനോടുള്ള ശരണാഗതിയും ഒരു വേശ്യാസ്ത്രീക്ക് ഉണ്ടെങ്കിൽ പോലും ആ സ്ത്രീയെ സാധാരണ ഒരാളായിട്ട് കണക്കാക്കരുത്. അവർക്ക് ഭഗവാന്റെ ഭക്തയാണ് എന്നുള്ള പേരിൽ അംഗീകാരം കൊടുക്കണം. ചിന്താമണി എന്ന പേരുള്ള ഒരു വേശ്യ സ്ത്രീയാണ് വില്വമംഗലം ഠാക്കൂറിൻ്റെ ജീവിതത്തിനെ ആകെ മാറ്റിമറിച്ചത്. വില്വമംഗലം ഠാക്കൂർ കുറച്ചൊരു സ്ത്രീലമ്പടനായിട്ടുള്ള ആളായിരുന്നു. പണ്ട് ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം അതിസാഹസികമായിട്ട് ഈ ചിന്താമണിയുടെ ഗൃഹത്തിൻ്റെ അടുത്ത് അർദ്ധരാത്രി വന്ന് ചേർന്ന സമയത്ത് ആ സ്ത്രീ ചോദിച്ചു വില്വമംഗലം ഠാക്കൂറിനോട്, അങ്ങയുടെ ഈ ഒരു ആവേശം ശ്രീകൃഷ്ണ ഭഗവാനിലേക്ക് തിരിച്ചു വിട്ടാൽ എത്ര നന്നായിരിക്കും എന്നത്. ഇതിനേക്കാൾ എത്രയോ കൂടുതൽ, എന്നേക്കാൾ എത്രയോ ആകർഷണമല്ലേ ശ്രീകൃഷ്ണ ഭഗവാന് എന്ന് ആ വേശ്യാസ്ത്രീയെ ചോദിച്ച സമയത്ത് ആ വേശ്യാസ്ത്രീയെ ഗുരുനാഥയാക്കിയിട്ട് മാറ്റി വില്വമംഗലം ഠാക്കൂർ എന്നാണ്. അപ്പോൾ അവർ ഭഗവാനോടുള്ള ഭക്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ, ശരണാഗതി ഉണ്ടെങ്കിൽ അവരെ ഒരിക്കലും നമ്മൾ വെറുക്കേണ്ട കാര്യമില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവരും ഭഗവാനെ കാണാനായിട്ട് എത്തിച്ചേരുന്നു. അവിടെ നടനർത്തക ഗന്ധർവാഹ സൂതമാഗധവന്ദിന ഗായന്തി ചോത്തമശ്ലോക ചരിതാന്യ അത്ഭുതാനി ച. നട നർത്തക ഗന്ധർവാഹ സൂതമാഗധവന്ദിനഃ ഗായന്തി ച ഉത്തമശ്ലോക ചരിതാനി അത്ഭുതാനി ച. പിന്നെ അനേകം നടന്മാർ, ഭഗവാന്റെ ലീലകളെ അഭിനയിക്കുന്നവർ, പല വിധത്തിൽ നർത്തകന്മാർ, പിന്നെ നൃത്തം ചെയ്യുന്നവർ, പാട്ട് പാടുന്നവർ, പിന്നെ പഴയ ആ പുരാണങ്ങളെക്കുറിച്ചിട്ട്, ചരിത്രങ്ങളെക്കുറിച്ചിട്ട് പറയുന്നവർ, ഇവരെല്ലാവരും
അവർ ഓരോ പിന്നെ നന്നായിട്ട് പ്രഭാഷണം ചെയ്യാൻ സാധിക്കുന്നവർ ഇവരെല്ലാവരും അവരവരതായിട്ടുള്ള സംഭാവനകൾ ചെയ്തു എന്നാണ്. അതായത് നന്നായിട്ട് അഭിനയിക്കാൻ, നാടകം അഭിനയിക്കാൻ പറ്റുന്ന അതിന് ഭഗവാന്റെ ലീലകളെ അഭിനയിച്ചു അവർ. അതേപോലെ വിശേഷപ്പെട്ട ചിത്രം വരയ്ക്കാൻ സാധിക്കുന്നവർ ഭഗവാന്റെ ചിത്രങ്ങളെ വരച്ചു. എന്നിട്ട് അവരവരതായിട്ടുള്ള ഒരു സമർപ്പണം ഓരോരുത്തരും ചെയ്തു എന്നാണ്. ഡാൻസ് ചെയ്യുന്നവർ, നൃത്തം ചെയ്യുന്നവർ ആ നൃത്തം അവതരിപ്പിച്ചു ഭഗവാനെക്കുറിച്ച്. പാടുന്നവർ അതിനെ ഭഗവാനെക്കുറിച്ചുള്ള മഹിമകൾ പാടി. പിന്നെ ഹിസ്റ്റോറിയൻസ് എന്ന് പറഞ്ഞാൽ ഈ ചരിത്രകാരന്മാർ ആ വംശത്തിൻ്റെ ചരിത്രത്തിനെക്കുറിച്ചിട്ട് ഭംഗിയായിട്ട് വർണ്ണിച്ചു. അങ്ങനെ ഭംഗി എല്ലാവരും അവരവരതായിട്ടുള്ള ആ സംഭാവനകൾ, അവരവരുടെ സമർപ്പണങ്ങൾ ചെയ്യുന്നു എന്നാണ്. ഇതെല്ലാം അപ്പോൾ അവർ ഓരോരുത്തരായിട്ട് അവരവരതായിട്ടുള്ള അവരുടെ കഴിവുകൾ, അവരുടെ സമർപ്പണങ്ങൾ ഭഗവാന്റെ മുമ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ ഒരു 100 വർഷങ്ങൾക്ക് ശീല പ്രഭുപാദിന് പറയുന്ന ഒരു 100 അല്ലെങ്കിൽ 100 വർഷങ്ങൾക്ക് മുമ്പേ നമ്മളുടെ ഈ ഭാരതഭൂമിയിൽ നമ്മളുടെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ തന്നെ എന്തെങ്കിലും ഒരു ഡ്രാമ അല്ലെങ്കിൽ നാടകം, സിനിമയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഭഗവാനെ സംബന്ധിക്കുന്നതായിരുന്നു. സാഹിത്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാഹിത്യം എഴുതുന്നവർ അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ളവരുടെ ആശയങ്ങൾ അത് നമ്മളുടെ പുരാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു. ഒരു യാത്ര പോകുന്നു എന്നുണ്ടെങ്കിൽ അവർ പുണ്യസ്ഥലങ്ങളിലേക്ക് യാത്ര പോവുക, പുണ്യസ്ഥലങ്ങൾക്ക് പിന്നെ സംസാരിക്കുന്നു ആളുകൾ എന്നുണ്ടെങ്കിൽ അവരുടെ വിഷയം ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അധകൃത വിഭാഗത്തിൽപ്പെട്ടവർക്ക് പോലും അവർ പോലും സംസാരിച്ചിരുന്നത് ഈശ്വരൻ്റെ കാര്യങ്ങളാണ്. അവരുടേതായിട്ടുള്ള ഭാഷയിൽ അവർ സംസാരിച്ചിരുന്നു എന്നാണ്. ഞാറ് നടന്ന സ്ത്രീകൾ പോലും അവരുടേതായിട്ടുള്ള ഭാഷയിൽ രാമായണ കഥ പാടിക്കൊണ്ട് ഞാറ് നടന്നത് കേട്ടിട്ടുണ്ട്, അവരുടെ പാട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരു 10-50 വർഷം മുമ്പേ അല്ലെങ്കിൽ 100 വർഷം മുമ്പേ ഇങ്ങനെയായിരുന്നു നമ്മളുടെ നാടിൻ്റെ അവസ്ഥ. എവിടെയും ആധ്യാത്മികത ഉണ്ടായിരുന്നു, ഏത് കാര്യത്തിലും ആധ്യാത്മിക അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു, അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരുന്നു നമ്മളുടെ നാട്ടിൽ നാട് മുഴുവൻ അതേപോലെ ആയിരുന്നു എന്നാണ്. ഇപ്പോൾ ജിയോളജിസ്റ്റ് പറഞ്ഞാൽ അത് ഈ സ്ഥലങ്ങളെക്കുറിച്ചിട്ട് അറിയുന്നവർ, ഇപ്പോൾ എവിടെയെങ്കിലും നമ്മൾ പോകുന്നു ചേർക്കുക, കാശിയിൽ, അതേപോലെ തന്നെ വൃന്ദാവനത്തിൽ, ദ്വാരകയിൽ, പല സ്ഥലത്ത് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുന്ന സമയത്ത് അവിടുത്തെ ആ സ്ഥലത്തിൻ്റെ ആ മഹിമയെക്കുറിച്ചിട്ട്, അതിന് ചരിത്രത്തിനെക്കുറിച്ചിട്ട് അറിയുന്ന ധാരാളം ആളുകൾ ഇന്നും കാണാനായിട്ട് സാധിക്കും. അവിടെ ചെല്ലുന്നവർക്ക് ഈ സ്ഥലത്തിനെ കുറിച്ചിട്ട് ഒരു ഉദ്ബോധനം ഉണ്ടാക്കി തീർക്കാനായിട്ട്, അതിന് ഒരു അറിവുണ്ടാക്കി തീർക്കാനായിട്ട് കാണാൻ സാധിക്കും. പണ്ട് അതിനേക്കാൾ വളരെയധികം ആത്മാർത്ഥതയുള്ളവരായിരുന്നു അന്നത്തെ ആളുകൾ, ഗൈഡ് പോലെയുള്ള ആളുകൾ. അപ്പോൾ അവർ ആ സ്ഥലത്തിൻ്റെ പൂർവ്വ ചരിത്രത്തിനെക്കുറിച്ചിട്ടും ഭഗവാനായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചിട്ടും പറയുന്നവർ എന്നാണ്. 21ാമത്തെ ശ്ലോകം. ഭഗവാംസ്തത്ര ബന്ധുവനാം പൗരാണാമനുവർത്തിനാം യഥാവിധിവസംഗമ്യ സർവേഷാം മാനമാധത്തെ. ഭഗവാൻ തത്ര ബന്ധൂനാം പൗരാണാം അനുവർത്തിനാം യഥാവിധി ഉപസംഗമ്യ സർവേഷാം മാനം ആദധേ. ഭഗവാൻ തൻ്റെ മുന്നിൽ വന്നിട്ടുള്ള എല്ലാവർക്കും അവരുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് എല്ലാവർക്കും ഭഗവാൻ അംഗീകാരം കൊടുത്തുകൊണ്ട് എല്ലാവർക്കും സന്തോഷം പകർന്നു കൊടുക്കുന്നു ഭഗവാൻ എന്നാണ്. എല്ലാവർക്കും, അതായത് ഭഗവാന്റെ സുഹൃത്തുക്കളായിട്ടുള്ളവർ, ബന്ധുക്കളായിട്ടുള്ളവർ, പിന്നെ പൗരന്മാരായിട്ടുള്ളവർ, ഓരോരുത്തരും ഭഗവാനെ സ്വീകരിക്കാൻ വന്നവർക്കൊക്കെ ഭഗവാൻ അതിനനുസരിച്ച് ഭഗവാൻ അവർക്ക് പ്രതികരണങ്ങൾ, അവരിഷ്ടത്തിനനുസരിച്ച് ഭഗവാൻ പ്രതികരിച്ച് അവരെ സന്തോഷിപ്പിക്കുന്നു. ഇതാണ് സർവേശ്വരനായിട്ടുള്ള ഭഗവാന്റെ അത്ഭുതകരമായിട്ടുള്ള ഭാവം എന്നാണ്. അതായത് ഏത് വിധത്തിലാണ് നമ്മൾ വിചാരിക്കുന്നത് ഭഗവാനെ ഏതാമാം പ്രബന്ധിയെത്താം സദൈവ ഭജാമ്യഹം എന്നാണ്. ഭഗവാൻ അന്തര്യാമി ആയതുകൊണ്ട് നമ്മൾ എന്താണ് മനസ്സിൽ വിചാരിക്കുന്നത് ഭഗവാൻ അറിയാൻ സാധിക്കും.
എവിടെ എന്ത് വിചാരിച്ചാലും ഭഗവാൻ അറിയാൻ സാധിക്കും. അപ്പോൾ ഭഗവാനെ കാണണമെന്നാണ് നമ്മൾ വിചാരിക്കണത്, ഭഗവാനെക്കുറിച്ച് അറിയണമെന്നാണ് വിചാരിക്കണത്, അത് ഭഗവാൻ അറിയും, ഭഗവാൻ അത് അറിയും. അപ്പോൾ ഭഗവാൻ അതിനനുസരിച്ച് ഭഗവാൻ പ്രതികരിക്കും എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നിർത്തുക, 21-ാമത്തെ ശ്ലോകത്തോടു കൂടി ഇന്നിവിടെ നിർത്തുകയാണ്. ഇപ്പം നിർത്തുകയാണ്. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണഹിതായ ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ.